നമുക്കിന്നിവിടെ പാവയ്ക്ക കൊണ്ടൊരു അച്ചാറിടാം. ഞാൻ അതിനകത്ത് പാവയ്ക്കകത്ത് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്, കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കരിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടാകുമ്പോൾ നമ്മളതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ആദ്യം നമുക്ക് പാവയ്ക്ക അപ്പടിയും കൂടി ഒരുപാട് പാവയ്ക്കയില്ല, 2 പാവയ്ക്കേ ഉള്ളൂ കേട്ടോ. അത് നമുക്ക് അപ്പടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഒരു ഗോൾഡൻ കളറാവുന്ന വരെ. ഉപ്പ് അതിനകത്ത് ഓൾറെഡി ചേർത്ത് ഉപ്പ് തിരുമ്മിയാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ അത് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നിച്ചിട്ട് കൊടുക്കാം, കരിവേപ്പിലയും കൂടെ. എന്നിട്ട് അതും ഇതുപോലെ തന്നെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. പച്ചപ്പ് മുഴുവനും, അതിനകത്ത് വെള്ള അംശം മുഴുവനും പോയി വറുത്ത് കോരിയെടുക്കണം കേട്ടോ. അങ്ങനെ വറുത്ത് കോരിയെടുക്കാം. പിന്നെ ഞാൻ ഇതിൽ അതിനകത്തേക്ക് എൻ്റെ കായം പൊടിക്കായമല്ല, കട്ടയാണ്. അപ്പോൾ അത് കാരണം അത് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്തേക്ക് തന്നെ കായം ഇട്ട് കൊടുത്തു. അതപ്പോൾ അതിനകത്ത് അതിനകത്ത് പൊരിഞ്ഞ് അതങ്ങോട്ട് അലിഞ്ഞ് പോകുന്നുള്ളൂ. ഒരു 3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. ഒരു കാര്യം ഞാനിതിൽ മറന്നുപോയി, കടുക് വറുത്തിടാൻ മറന്നുപോയി. പക്ഷേ ടേസ്റ്റാണ്. പാവയ്ക്ക കൊണ്ടുള്ള അച്ചാർ. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത്. അപ്പോൾ കായവും ഉലുവയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ആണ് ചേർത്തേക്കണം, ഉപ്പും. ഇനി നമുക്കതിന് പാകത്തിന് ഉപ്പായോ എന്നൊന്ന് നോക്കണം. ഇത് എല്ലാം കൂടി ചേർത്തതിന് ശേഷം ഇനി വിനാഗിരി ചേർക്കണം. അതിലേക്ക് വിനാഗിരി ചേർത്ത് ഒന്ന് തിളയ്ക്കണം. തിളച്ചൊന്ന് ചാറൊന്ന് കുറുകണ്ടേ. ആ ചെറിയ കപ്പിന് 1 കപ്പ് വിനാഗിരി കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട്. കാരണം പാവയ്ക്ക് നല്ല കയ്പ്പുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇച്ചിരി പുളിരസം കൂടുതൽ നിൽക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടു. ഇനി നമ്മൾ അതിനകത്തേക്ക് ഞാൻ കാണിക്കാൻ മറന്നുപോയി, ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. പക്ഷേ എൻ്റെ അടുത്ത് ശർക്കര ഉണ്ടായിരുന്നില്ല. അതിന് പകരം ഞാൻ 1 സ്പൂൺ പഞ്ചസാര അതിൽ ചേർത്ത് കൊടുത്തു. അത് ഫോൺ ഓൺ ചെയ്യാൻ ഞാൻ മറന്നുപോയി. ഇനി ഇത് വറ്റി വരും. കുറച്ചൊന്നിരുന്ന് ചാറ് കുറുകി വരുമ്പോഴത്തേക്ക് അച്ചാർ റെഡി. എന്നിട്ട് നമുക്ക് കുപ്പിക്കകത്താക്കി വയ്ക്കാം.